നമസ്കാരം, എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യുന്നത് ഇപ്പം കുറച്ച് ദിവസമായി. ഞാൻ എപ്പോഴും ഷോർട്സാണ് ഇടുന്നത്. ഇതിപ്പം വ്ളോഗാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആയിട്ട് ഈ വീഡിയോ കിടക്കുകയാണ്. നമ്മൾ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടുള്ള ആക്ടിവിറ്റീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് വല്ലാത്തൊരു ആക്ടിവിറ്റീസ് ആയിപ്പോയി. നമ്മൾ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ വെറുതെ ഒരു ചെക്കിങ്ങിന് വേണ്ടി പോയതാണ് കേട്ടോ. ഒരാഴ്ച എല്ലാ ദിവസവും പോകേണ്ടി വന്ന്, ഞായറാഴ്ച ഒഴിച്ച്. ചൊവ്വ തൊട്ട് തുടങ്ങിയത് ശനി വരെ എല്ലാ ദിവസവും ആശുപത്രി പോകേണ്ട ഗതികേടിലേക്ക് വന്ന അത്രയൊരു വല്ലാത്തൊരു പീരീഡായിരുന്നു ആ ഒരു വിഷു കഴിഞ്ഞിട്ടുള്ള ആ നാളുകൾ. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അപ്പോൾ രാവിലെ ചൊവ്വാഴ്ച പോകുന്ന വഴികളാണ് ഞാനീ കാണിക്കുന്നത്. ഞങ്ങൾ കൊട്ടിയത്ത് ഹോളി ക്രോസ് ഹോസ്പിറ്റലിലാണ് പോകാൻ പോകുന്നത്. ഞാനും കണ്ണനും സിന്ധുവും കൂടെയാണ് പോകുന്നത്. ഇപ്പം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ നാടാട്ടോ, ആദിച്ചനല്ലൂർ. ഇത് കാണുമ്പം ഭയങ്കര സന്തോഷം വരും. അങ്ങനെ ഞങ്ങൾ കുട്ടി ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വ്ളോഗ് റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ദിവസത്തെയും ഞാനിത് ഹോസ്പിറ്റലിൽ പോകുന്ന രംഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല. 1-2 ദിവസം പോകുന്നതായിട്ട് ഞാനൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് അറിയാതെ നമുക്കൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ആ എല്ലാ ടെൻഷനുകളും ആ 2-3 ആ ഹോസ്പിറ്റൽ വിസിറ്റുകളിലുണ്ടായിരുന്നു. ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഓഫായ ദിവസങ്ങളായിരുന്നു. വിഷു ആഘോഷിക്കാനായിട്ട് അല്ലെങ്കിൽ പെസഹയുടെ ദുഃഖവെള്ളിയൊക്കെ നല്ല അടിച്ച് പൊളിക്കാനായിട്ട് വീട്ടിൽ പോയ ഞാൻ ഒരാഴ്ച ഫുൾ ആശുപത്രി പോയി, ഡെയിലി ആശുപത്രി പോവുക എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ കാറ് കണ്ണൻ പാർക്ക് ചെയ്യാൻ പോയി. ഞങ്ങൾ നേരെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നേരെ ഹോസ്പിറ്റലിലേക്ക് കയറുകയായിരുന്നു. അപ്പോൾ കണ്ണന് ചെക്ക് ചെയ്യാനുണ്ട്, അതുപോലെ സിന്ധുവിന് റെഗുലർ ചെക്കപ്പ് ഉണ്ട്. പിന്നെ എൻ്റെ മുഖത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വൈറ്റായിട്ടുള്ളൊരു പാടുകളുണ്ടല്ലോ, ആക്ച്വലി അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നത്. സ്കിൻ ഡോക്ടറിനെ കാണിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ മക്കളെ ലാസ്റ്റ് ഹോസ്പിറ്റലിലെ അത്യാവശ്യം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി നിരങ്ങേണ്ട ഗതികേട് വന്ന്. അങ്ങനെ രാവിലെ ഫാസ്റ്റിങ്ങിലൊക്കെ ബ്ലഡൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ ഫാസ്റ്റിങ്ങിൽ ബ്ലഡൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ്, അതായത് വെള്ളം പോലും കഴിക്കാതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ മുഖം കണ്ടോ, ആകെ മുഖത്തൊന്നും ഇതിട്ടില്ല. സ്കിൻ ഡോക്ടറിനെയാണ് കാണാൻ വന്നത്. അപ്പോൾ കുളിച്ചപടി വന്ന ലക്ഷണമാണത്. ഇതേപോലെ തന്നെയാണ് ഈ വീക്ക് മൊത്തം പോയത്. ഞാൻ ആകെ ഓഫായിപ്പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത്. കണ്ണൻ വെറും 2 പത്തിരി പിന്നെ എഗ്ഗാണ്, വിശപ്പിന് എഗ്ഗ് വൈറ്റ് മാത്രമാണ് അവൻ കഴിക്കുന്നത്. 2 പത്തിരിയൊക്കെ ഇത്രയും വലിയ ചെറുക്കനൊക്കെ എന്താവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ആശാനെ അവിടുത്തെ ക്യാൻറ്റീനിലെ നെയ് റോസ്റ്റ് സാധാരണ ദോശ പോലെ ആയിപ്പോയി, അബദ്ധം പറ്റിയതുപോലെ ആയിപ്പോയി. അപ്പോൾ സാധാരണ ദോശ എങ്ങനെ അതുപോലെ തന്നെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും തിരിച്ച് ഞങ്ങൾ വന്ന് ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ ഫുഡ് കണ്ട ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, സ്കിൻ ഗോൾഡ്. പക്ഷെ എന്നാലും ഞാൻ ജനറൽ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെയുള്ള വൈറ്റമിൻ ഡി, അങ്ങനെയുള്ള എല്ലാം ചെക്ക് ചെയ്യാനും വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന രംഗങ്ങളാണ്. ആ മുഖത്തെ പാടുകളാണ് അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്ത ഡോക്ടറിനെ കണ്ടപ്പം ഡോക്ടർ അടുത്ത ദിവസം വരും, അൾട്രാസൗണ്ട്, സ്കാനിങ്. ഞാൻ എന്തായാലും വേറെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം വരൂ, നമുക്ക് സ്കാനിങ് ഒക്കെ നടത്താമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ടാണ് തിരിച്ചിറങ്ങി. പോകുന്ന വഴിയിൽ നമ്മുടെ ഒരു അമ്മായിയെ കാണാൻ വേണ്ടി പോകണമായിരുന്നു. മാമിക്ക് വയ്യാണ്ടാന്ന് അറിഞ്ഞു. അപ്പം പോകുന്ന വഴി അവിടെയും കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടേക്ക് വരികയാണ്. അതേ മാമിയുടെ മോളാണ്, സുധർമ്മ ചേച്ചിയാണ് ആയിരിക്കുന്നത്. എന്താ കാർ ഇങ്ങോട്ടെങ്കിൽ എടുത്തേക്കെന്ന് പറഞ്ഞു. കണ്ണൻ പറഞ്ഞു, ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ, ഇപ്പം തന്നെ തിരിച്ചു പോകുമല്ലേ എന്ന് പറഞ്ഞു. ചേച്ചി പറയും കാർ അപ്പം ആൾക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റിയിടും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അത് പഴയ വീടാണ്. അന്ന് പണ്ടും ഈ വീട് ഇങ്ങനെയാണ്. അന്ന് ഈ പരിസരത്തുള്ള വീടുകൾ പോലും ഇങ്ങനെയുള്ളൊരു വീടായിരുന്നില്ല കേട്ടോ. ഇപ്പം മെയിൻ്റനൻസ് ചെയ്യാത്തതിൻ്റെ എല്ലാ ഇതുകൊണ്ടും, പെയിൻ്റ് അടിക്കാത്തതിൻ്റെ ഉണ്ട്. പണ്ടും മാമൻ്റെ വീട് ഇങ്ങനെയായിരുന്നു ഇരുന്നത്. മാമിക്ക് തീരെ വയ്യ കേട്ടോ, മാമൻ മരിച്ചുപോയി കേട്ടോ. അപ്പോൾ മാമിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചേച്ചി വന്നതേ ഉള്ളായിരുന്നു. ആ സമയത്താണ് ഞങ്ങളും ഹോസ്പിറ്റലിൽ പോയിട്ട് മാമിയെ കാണാൻ വന്നത്. ആകെ വയ്യായിക കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയും ഇങ്ങനെ ഈ മാമിയെയും കൊണ്ട് ഇങ്ങനെ ഡെയിലി ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അപ്പം ഇങ്ങനെ അമ്പിളി ചേച്ചി വന്നപ്പോഴാണ് ഇങ്ങനെ മാമിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒന്നും കഴിക്കുന്നില്ല, അപ്പോൾ കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പം ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. പെട്ടെന്ന് തന്നെ ചേച്ചി പെട്ടെന്ന് മുട്ട വറുത്ത് എന്തൊക്കെയോ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ അതാണ് അവിടെ നിന്നാണ് കിട്ടിയ സാധനങ്ങളൊക്കെയാണ്. അവിടെ പ്രകൃതി വിഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് തന്നെ പറയാം. എല്ലാ സാധനങ്ങളും ആ വീട്ടിലുണ്ട്. അതാണ് അതിൻ്റെ ഒരു നാടിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞത്. അവിടെ എല്ലാ സാധനവും സത്യത്തിൽ അനാവശ്യമായ ഒരു സാധനം പാല് പോലും അവിടെ പാൽ കറവ വരെ ഉണ്ട്. ഞങ്ങൾ പോകാൻ നേരത്ത് ചേച്ചി ഒരു കുപ്പി പാല് എല്ലാം ചക്കയൊക്കെ വരിക്കച്ചക്കയില്ലേ, ചക്ക പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ചേച്ചി പൊക്കത്താണ് നിൽക്കുന്നത്. അപ്പം അത് പൊട്ടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് അത് നമ്മൾ ഉപേക്ഷിച്ചു. ലാസ്റ്റ് പാല്, കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇപ്പം നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും വൈകുന്നേരത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സിന്ധുവിന് എല്ലാ ദിവസവും അവിടെ മുല്ലപ്പൂവുണ്ട്, വീട്ടിലിപ്പം മുല്ലപ്പൂവുണ്ട്. അപ്പം വീട്ടിലെ മുല്ലപ്പൂവും താഴത്തെ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴത്തെ വീട്ടിലെ അവിടുത്തെ മുല്ലമൊട്ടും കൂടെ എടുത്ത് വൈകുന്നേരം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഓരോ ദിവസവും സിന്ധു ഇങ്ങനെ പകൽ വീട്ടിൽ ഇരിക്കുമ്പം തന്നെ അവളിങ്ങനെ മുല്ല കെട്ടി വെക്കും കേട്ടോ. പക്ഷേ ഞാൻ ഈ ഹോസ്പിറ്റൽ കേസ് തുടങ്ങിയത് തൊട്ട് എനിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിലും എനിക്ക് അതിനകത്തൊന്നും ഇൻട്രസ്റ്റ് വന്നില്ല. കാരണം ടെൻഷനാണല്ലോ, എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോവുകയാണല്ലോ. അപ്പം ഓരോരോ ചെക്കിങ്ങിനായിട്ട്. അപ്പോൾ ഞാൻ കെട്ടുന്നത് നല്ല അടുക്കി കെട്ടിരിക്കുന്നത്, അവൾ കെട്ടുമ്പോൾ അത് അകലം വന്നിരിക്കുന്നത്. ഈ വീഡിയോ എടുത്ത് തരുന്നത് ആരാന്നറിയാമോ? അക്കച്ചിയാട്ടോ. പിറ്റേ ദിവസം ആസ് യൂഷ്വൽ റെഡി ആയിരിക്കുന്നു. മുഖത്ത് കണ്ട പാട് കണ്ടോ, ഉണ്ടോ? അതിന് ക്രീം ഡോക്ടർ പറഞ്ഞിട്ട് ക്രീം ഇടാൻ പറഞ്ഞ മുഖത്തൊന്നും ഇടാണ്ട് ആ ക്രീം ഇട്ടിട്ടാണ് വരുന്നത്. പിറ്റേ ദിവസം ആസ് യൂഷ്വൽ ആശുപത്രി പോവുകയാണ് 7 മണിക്ക്. ഇത് ഞാനും കണ്ണനും കൂടെയാണ് പോകുന്നത്. എനിക്കും അവനുമാണ് ടെസ്റ്റ് ഉള്ളത്. ആ വെയിലത്തുനിന്ന് ഗ്ലാസിൻ്റെ ഇതുണ്ട്, ആ ഓയിലിൻ്റെ ക്രീം തേച്ചതിൻ്റെ ഇത് കണ്ടോ. ഞങ്ങളങ്ങനെ കോട്ടയത്തെത്തി. ആസ് യൂഷ്വൽ അടുത്ത അബ്ഡമൻ ടെസ്റ്റിനും മറ്റു കാര്യങ്ങൾക്കുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവൻ വണ്ടി വർക്ക് ചെയ്യാൻ പോയി. ഇപ്പോഴൊന്നും എനിക്ക് ടെൻഷൻ ഇല്ല കേട്ടോ. ഇന്ന് സ്കാനിങ്ങിൻ്റെ അബ്ഡമൻ സ്കാനിങ് ആണ്. വെറുതെ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞാൽ എനിക്ക് ഓഫീസിൽ ഇരിക്കുമ്പോൾ രാവിലെ തൊട്ടും വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ കാല് ചെറുതായി നീര് വരുന്നു. അങ്ങനെ ആ ടെസ്റ്റിന് പോയത്. അന്ന് ഞങ്ങൾ പോയിട്ട് അന്ന് ടെസ്റ്റ് കൊടുത്തിട്ട് തിരിച്ച് വന്നപ്പോൾ പ്രവീണും വൈഫും പിള്ളേരുമായിട്ട് അവർ വന്നിരിക്കുന്നത് 2 ദിവസത്തെ ട്രിപ്പിനായിട്ട്. അപ്പോൾ അവർക്ക് പെസഹ വ്യാഴവും ദുഃഖവെള്ളിയൊക്കെ അവധിയാണല്ലോ. അപ്പം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കുകയാണ്. രേഷ്മകൾ പ്രവീണിൻ്റെ വൈഫാണ്. സത്യം പറഞ്ഞാൽ അവർ വന്നത് ഈ ആശുപത്രി കേസായതുകൊണ്ട് മൊത്തത്തിൽ ഒരു സന്തോഷമില്ലായ്മയായിരുന്നു. പിള്ളേരൊക്കെ അങ്ങ് വളരെ സന്തോഷത്തിൽ വന്നത്. ഞാനാണെങ്കിൽ ഒരു ഓഫായിട്ട് ഇരിക്കുന്നതായിരുന്നു. ഡെയിലി പോകില്ല, അവരുണ്ടെങ്കിലും എനിക്ക് പിറ്റേ ദിവസം എല്ലാ ദിവസവും പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ വരുന്ന വീഡിയോകൾ ഒന്നും എടുത്തിട്ടില്ല. എന്തെല്ലാം നല്ല വീഡിയോകളെല്ലാം ഞാൻ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് കഷ്ടം. അവർ പ്രവീണും പിള്ളേരുമായിട്ട് ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വീടുകളും ബന്ധുക്കൾ വല്ലപ്പോഴൊക്കെ അല്ലേ വരുള്ളൂ. ഇവനാണെങ്കിൽ പ്രസീതാണെങ്കിൽ ഇടയ്ക്ക് അന്ന് കല്യാണത്തിനും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ വന്നിട്ട് ഇപ്പോൾ കുറേ നാളായി. മാമൻ ഉള്ളപ്പോഴാണ്, മാമൻ്റെ ഒപ്പം എല്ലാവരും കൂടെ അന്ന് 10 പേര് വന്നപ്പം അവരെല്ലാവരും കൂടെ വന്നപ്പം വന്നതാണ്. അല്ലാതെ വന്നിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ വന്നിരിക്കുന്നതിന് ഒരു പ്രധാന ഉദ്ദേശമുണ്ട്. നമ്മുടെ ലച്ചുവിൻ്റെ അരങ്ങേറ്റമാണ് ഗുരുവായൂർ വെച്ച് മെയ് 10-ാം തീയതി ശനിയാഴ്ച. അപ്പോൾ അതിന് എല്ലാവർക്കും അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ വന്നിരിക്കുന്നത്. എൻ്റെ അപ്പച്ചിയാണല്ലോ അമ്മ. അപ്പോൾ അതുകൊണ്ട് സെറ്റും നേരിതും മുണ്ടുമൊക്കെ കൊടുത്ത് കൊച്ചുവേണ്ട നേരിതും മുണ്ട് കൊടുത്ത് അനുഗ്രഹം മേടിക്കുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനാണ് അവൻ മെയിനായിട്ട് വന്നത്, എല്ലാവരെയൊക്കെ കണ്ടിട്ട്. അമ്മയ്ക്ക് കൊടുത്തു, അതുപോലെ തന്നെ മാമിയുണ്ടല്ലോ അവിടെ, മാമിക്ക് കൊടുത്തു. അമ്മയ്ക്കാണെങ്കിൽ എല്ലാം ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഓർമ്മയെന്ന് പറയണ സാധനം ഇല്ല, എല്ലാം പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട ഇതാണ്. ഓർമ്മയില്ല. അനുഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ആ സെറ്റും കൊണ്ട് വെച്ചിട്ട് തലയിലോട്ട് വെച്ചേക്കുന്നത്. എന്നാൽ ഇവർ വന്നതിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, ആ ഹോസ്പിറ്റൽ കേസുകൾ കാരണം. എന്ത് ചെയ്യാനാ, മിസ്സായിപ്പോയി. ഒരു വീഡിയോ എടുത്തിട്ടില്ലെന്ന് വേണേ. അവിടുന്ന് ഇവിടുന്നും ഒക്കെ 1-2 ക്ലിപ്പിങ്സ് അത്ര മാത്രമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് അനുഗ്രഹം മേടിച്ച് അരങ്ങേറ്റത്തിനുള്ളത്. മിടുക്കി പാറുവാണ് അവൾ, മിടുക്കി പാറു. ഈ 2 കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്ന കുഞ്ഞുങ്ങളാണ്. അങ്ങനെ അതാണ്. അവർ പുറത്തേക്ക് പോവുകയാണ്, എല്ലാവരെയും കാണാൻ പോകണമല്ലോ.
നാട്ടിൽ വരുമ്പോഴല്ലേ ബന്ധുമിത്രാദികളെയും പഴയ സുഹൃത്തുക്കൾ അവർ ഇവിടെ ആയിരുന്നല്ലോ താമസിച്ചിരുന്ന പണ്ട് സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ഞായറാഴ്ച അങ്ങനെ ആ ഒരു വീക്ക് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന രംഗങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവർ പോകുന്ന ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഞങ്ങൾ പിള്ളേർക്ക് സിനിമ കാണണമെന്ന് വെച്ചിട്ട് എന്തോ ഒരു പടം ഉണ്ടല്ലോ, ഒരു കോമഡി പടം, തമാക്കയോ എന്തോ അങ്ങനെ ഒരു പേര്, എനിക്ക് ആ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം രാവിലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്, കാരണം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഇവർക്ക് തിരിച്ചു പോവുകയും വേണം. അപ്പോൾ 10:30 ഷോയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട്, അപ്പൂനെ നിർബന്ധമാണ് ആ കൂതറ പടം കാണണമെന്നുള്ളത്. നമുക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല, ചുമ്മാ ഇങ്ങനെ കളയാൻ പറ്റിയ ഒരു സിനിമ അത്രയേ ഉള്ളൂ. പ്രവീണാണെങ്കിൽ അപ്പുനെ രണ്ട് തുണ്ടാക്കാവുന്നുള്ള രീതിയിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. അവൻ അപ്പോഴേ പറഞ്ഞത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. സിന്ധു മുല്ലപ്പൂ എടുത്ത് ചൂടിയത് കണ്ടോ. എനിക്ക് മുല്ലപ്പൂ ഞായറാഴ്ചയപ്പോൾ ഞാനൊരുവിധം സെറ്റിലായായിരുന്നു. പക്ഷേ എന്നാലും ഇട്ട ഡ്രസ്സും മുല്ലപ്പൂവും കൂടെ ചേരാത്തത് കൊണ്ട് ഞാൻ വെച്ചില്ല. അങ്ങനെ ആദ്യത്തെ കാറിൽ, അവരെ കാറിൽ അപ്പുവും രശ്മിയും പ്രവീണും കൂടെ പോയി. ഞങ്ങളുടെ കാറിൽ രാവിലെ 10 മണിയായിട്ടോ, ഞായറാഴ്ച 10 മണിയായി. അങ്ങനെ ഷോ കാണാനായിട്ട് പോവുക. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം അവരുള്ളതിൻ്റെ ഒരു വ്ലോഗ് പോലും പിടിച്ചില്ല. ഞാൻ 1-2 ദിവസത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണ് മാത്രമേ എടുത്തുള്ളൂ. അത്രയ്ക്ക് ഒരു ഭയങ്കര ഇതായിരുന്നു. എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ നമ്മൾക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വകുപ്പുകളൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഒരു സമാധാനമായി. അതുവരെ ഇങ്ങനെ ഓഫായിട്ട് ഇരുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നു. ലച്ചുക്കുട്ടി നമ്മുടെ കാറിലേ വരത്തുള്ളൂ. അവൾ ഭയങ്കരമായിട്ട് അങ്ങ് മിങ്കിളാവും. അതാണ് കുട്ടികളുടെ ഒരു പ്രത്യേകത. നമുക്കൊരു സന്തോഷം. അവർ വീട്ടിലുള്ളപ്പോൾ ഒരു ഓളമായിരുന്നു. അവർ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ രാത്രിയിലൊക്കെ എന്തോരം നേരം സംസാരിച്ച് കളിച്ച് അതൊക്കെ, അതൊന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങളങ്ങനെ 2 കൂട്ടരും തിയേറ്ററിലെത്തി. ഈ സിനിമാസ്, JB സിനിമാസ് നിങ്ങളെപ്പോഴും ഞങ്ങൾ സിനിമ കാണാൻ വരാറുള്ള തിയേറ്ററാണ്. മുമ്പത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ തിയേറ്റർ. ആ സിനിമയുടെ പേര് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടോ. ദിവസങ്ങളായില്ല ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്. തിരക്ക് മൂലവും മറ്റു കാര്യങ്ങൾ മൂലവും ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ലാത്തതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആ സിനിമയുടെ പേര്, ആ പേര് പോലും മറക്കാൻ എനിക്ക് തോന്നിയത് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമ ആയതുകൊണ്ടാണ്. എന്തുവായിരുന്നു എൻ്റെ പേര്, മറന്നുവല്ലോ. ഫണ്ടാരം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ആ സിനിമ. ജിംഖാന. അത് തന്നെ, കറക്റ്റ്. എനിക്കിഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടുള്ളവരുണ്ടായിരിക്കും. എനിക്കത്ര ചുമ്മാ കണ്ട് ഈ പിള്ളേർക്ക്, കൊച്ചു പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. ആകെ അപ്പൂൻ്റെ നിർബന്ധത്തിന് വന്നതാണ്. അതുകൊണ്ട് എനിക്കത്രയൊന്നും ഇഷ്ടമില്ല. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് കാണാൻ പോവുക. പക്ഷേ രേഷ്മയ്ക്ക് സിനിമ അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ പിള്ളേരെ നിർബന്ധത്തിന് വഴങ്ങി വന്നേ. അവൾ ഇവിടെ എറണാകുളത്തായാലും അപ്പുവും പ്രവീണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ എല്ലാ പടങ്ങളും റിലീസിൻ്റെ അന്ന് പോയി കാണുന്ന അവർ ഫാൻസ് അസോസിയേഷനിൽ മെമ്പറായ ആൾക്കാരാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ രേഷ്മയില്ല, ലച്ചുവില്ല. അപ്പുവും പ്രവീണുമാണ് സിനിമ കമ്പനി. എസ്പെഷ്യലി മോഹൻലാൽ സിനിമ ആണ് അവരുടെ ഇത്. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ ഞങ്ങൾ വന്നപ്പോഴേ ചെറുതായിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു സിനിമ. അങ്ങനെ സിനിമയുടെ ഇടയ്ക്കുള്ള സ്നാക്സ് ഏരിയയാണ് നമ്മുടെ ലച്ചുക്കുട്ടിക്ക് ഇഷ്ടം. സിനിമ അങ്ങോട്ട് ഇൻ്റർമിഷൻ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴേ അവൾ അപ്പോൾ നമുക്ക് പോപ്കോൺ മേടിക്കാൻ പോകാമെന്നൊക്കെ പറയും. അതുപോലെ മേടിച്ച്. ഇതൊന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങളൊരു 12:45 1 മണി ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ട് വീട്ടിൽ അക്കച്ചി അന്നേരത്തേക്ക് ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ചു. പുറത്തുനിന്നല്ല കഴിച്ചത്, ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ വന്ന് കഴിച്ചത്. കാരണം ഇവിടെ ഇത്ര ചോറൊക്കെ അക്കച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കച്ചി ഉള്ളതുകൊണ്ട് രാവിലെ സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റി. അങ്ങനെ തിരിച്ച് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചക്ക അടത്താനായിട്ടൊക്കെ വീഡിയോ എടുക്കാം, ചക്കയൊക്കെ അടത്താനായിട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അക്കരെ വിളയിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഉന്തിയിടാമെന്നൊക്കെ വിചാരിച്ചു. ആളില്ലല്ലോ ചക്ക അടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കുരങ്ങൻ പ്രവീണിൽ അവൻ പോയി കിടന്ന് ഉറങ്ങി 4 മണി വരെ. അങ്ങനെ ചക്ക അടത്തൽ പ്രോസസ്സ് നടന്നില്ല. മാമിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും. സുശീലാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചക്ക. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ അവർക്ക് പോകാൻ നേരത്ത് കുട്ടികൾക്ക് ദക്ഷിണയൊക്കെ തിരിച്ച് കൊടുക്കുകയല്ല, ലച്ചുകുട്ടിക്കാണ് കൊടുക്കുന്നത്. പക്ഷെ അപ്പോൾ അപ്പൂനും കൂടെ ചേർന്ന് ദക്ഷിണയൊക്കെ കൊടുത്തു. അമ്മമാർ 1-2 ഉള്ളതുകൊണ്ട് ഉപകാരമാണ് അവർക്ക്. അങ്ങനെ ലച്ചുവിനെയൊക്കെ അങ്ങനെ അനുഗ്രഹിച്ച് വിട്ട് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ സിന്ധുവപ്പയും കൊടുത്തു.
അങ്ങനെ ദക്ഷിണയൊക്കെ വാങ്ങിച്ച് അവർ പോവാൻ റെഡിയായിരിക്കുകയാണ്. പക്ഷേ അവരുള്ള 2-3 ദിവസം നല്ല ഓളം ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. പക്ഷേ ഞങ്ങൾ വീഡിയോ ഒന്നും കണ്ടൻറ്റുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഞാനങ്ങ് ആശുപത്രി പോയതുകൊണ്ട് ഒന്നും എടുത്തില്ല. 1-2 ക്ലിപ്പിങ്സ് മാത്രം ഇങ്ങനെ എടുത്തു. അവർ 4-4:30 ആയപ്പോഴാണ് തോന്നുന്നു ഇറങ്ങിയത്. ഇനി അവർക്ക് തിങ്കളാഴ്ച ഒത്തിരി അവിടെ ചെന്നിട്ട് കുറേ ഡാൻസിൻ്റെ കുറേ ഡ്രസ്സൊക്കെ ഉള്ളത് കൊണ്ട് രേഷ്മയ്ക്ക് ബിസിയായിരുന്നു. അതാണ് പ്രവീണിൻ്റെ കടയും തുറക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നും കൂടെ വെളുപ്പിന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നടക്കില്ല. വെളുപ്പിന് പോയാൽ അവിടെ ചെന്ന് ക്ഷീണമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങും. അപ്പോൾ പിന്നെ അത് ദിവസം പോയിക്കോട്ടെ. കാരണം ഇന്നാണെങ്കിൽ ചെന്നിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ അവിടെ രാത്രി എത്തിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ അങ്ങ് പരിപാടികൾ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞായറാഴ്ച പോയത്. കൊച്ചുങ്ങൾക്കങ്ങ് തീരെ പോകാൻ വിഷമമായിരുന്നു. ഞങ്ങൾ പിന്നെ വന്നോളാം എന്നുള്ള മാനസികാവസ്ഥയായിരുന്നു 2 പേർക്കും. പക്ഷേ ലച്ചുവിന് പ്രാക്ടീസ് ഉണ്ടല്ലോ, 10-ാം തീയതി മറ്റേ അരങ്ങേറ്റമല്ലേ ഗുരുവായൂർ വെച്ച്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോകണം. അപ്പം അങ്ങനെയൊന്നും അവരെ നിർത്താൻ പറ്റില്ല. മോറോവർ ഞങ്ങളും ഇന്ന് തിങ്കളാഴ്ച ഞാനും കണ്ണനും തിരിച്ചു പോകുമല്ലോ എറണാകുളത്തേക്ക്. ഒരാഴ്ചത്തേക്ക് ട്രിപ്പിന് വന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഒരാഴ്ചത്തേക്ക് ആശുപത്രി വാസമായിരുന്നു നടത്തിയിരുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു. ആ സാരി ഉടുത്തുകൊണ്ടിരിക്കുന്ന ആ യെല്ലോ കളറെന്നാണ് താഴത്തെ വീട്ടിൽ സംസാരിക്കാത്ത സരസമ്മ കേട്ടോ. ആരുമില്ല പുള്ളിക്കാരത്തിക്ക് വയ്യാതിരുന്നിട്ട് നമ്മളോട് വന്ന് പറഞ്ഞു ഒന്ന് എന്നെ ആശുപത്രി പറയാമെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ആക്ഷൻ കാണിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ അക്കച്ചീനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൻ അങ്ങനെ ഒരാഴ്ചത്തെ പര്യടനം കാരണം ഞങ്ങളുടെ കാറ് മൊത്തം നാശകോശമായതുകൊണ്ട് കഴുകിയിട്ടിട്ട് പിറ്റേന്ന് എറണാകുളത്തേക്ക് വരണമല്ലോ. അപ്പം കാറും ഞാനും കണ്ണനും ആയിരുന്നല്ലോ ഒരാഴ്ചയായിട്ടുള്ള ട്രിപ്പ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു.